ഇഗ്നുവിൻ്റെ എക്കണോമിക്സ് ഓണേഴ്സിലെ കെയ്നീഷ്യൻ തിയറി ഡിമാൻഡ് ഫോർ മണി എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എന്താണ് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്നത് പറയുവാണ്. പണത്തിനുള്ള ആവശ്യം, പണം സൂക്ഷിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യം പല വീട്ടുകാർക്കും തോന്നാം, സ്ഥാപനങ്ങൾക്ക് തോന്നാം. പണം സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി കുറച്ചധികം പണം ആവശ്യമുണ്ട് എന്ന് തോന്നാം. ഇത് പല കാരണങ്ങളാലാണ്. The Keynesian theory of demand for money is an economic theory that explains why people and business hold money. Keynesian theory of demand വിശദീകരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്തിനാണ് ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് പണം കൈവശം വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത തോന്നുന്നത്, ആൻഡ് ഹൗ ഇൻട്രസ്റ്റ് റേറ്റ്സ് അഫക്റ്റ് ദാറ്റ് ഡിസിഷൻ. പണം സൂക്ഷിച്ചു വെക്കേണ്ട തീരുമാനം ജനങ്ങൾ എടുക്കുമ്പോൾ രാജ്യത്ത് നിലവിലിരിക്കുന്ന പലിശ നിരക്കുകൾ അവരുടെ ആ തീരുമാനത്തെ എങ്ങനെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു, ആ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ തിയറി വാസ് ഡെവലപ്ഡ് ബൈ എക്കണോമിസ്റ്റ് ജെ.എം. കെയ്ൻസ്. ജോൺ മൈനാർഡ് കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് പീപ്പിൾ പ്രിഫർ ലിക്വിഡിറ്റി ഓർ റെഡി ക്യാഷ്. ഈ ആശയത്തിൻ്റെ പിന്നിലുള്ള ചിന്താഗതി ഇത്രയേ ഉള്ളൂ: ആളുകൾ എപ്പോഴും പെട്ടെന്ന് ഉപയോഗിക്കാൻ കയ്യിൽ കിട്ടുന്ന ലിക്വിഡ് ക്യാഷിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത്. മറ്റ് വിഭാഗം അസറ്റ്സ് ഉണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരിയായി കയ്യിൽ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ലിക്വിഡ് ക്യാഷ് ഉള്ള അവസ്ഥയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തത് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ജെ.എം. കെയ്ൻസ് ആണ്, ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. Keynesian theory has been influential in shaping monetary policy and macroeconomic decisions. പല ഗവൺമെൻറ്റുകളുടെ മോണിറ്ററി പോളിസികൾ, റിസർവ് ബാങ്കിൻ്റെയൊക്കെ മോണിറ്ററി പോളിസികൾ, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ് കെയ്നീഷ്യൻ തിയറി. പ്രത്യേകിച്ചും സാമ്പത്തികമായ പ്രതിസന്ധി, ഡൗൺഫോൾ ഉണ്ടാവുന്ന കാലഘട്ടങ്ങളിൽ കെയ്നീഷ്യൻ തിയറിക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് പറയാം. ഹിയർ ആർ സം കീ പോയിന്റ്സ് ഓഫ് കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഓഫ് മണി. പണത്തിൻ്റെ ആവശ്യകത, ഡിമാൻഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള കെയ്നീഷ്യൻ തിയറിയുടെ ചില സുപ്രധാന ആശയങ്ങൾ ചിന്തിക്കാം. ഒന്ന്, ജനങ്ങൾ എന്തിനാണ് പണം ഹോൾഡ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് മണി? കെയ്ൻസ് ഡിഫൈൻഡ് 3 reasons why people hold money. ആളുകൾ പണം ഹോൾഡ് ചെയ്യുന്നതിന് 3 കാരണങ്ങളാണ് ജെ.എം. കെയ്ൻസ് വിശദമാക്കിയത്, ഐഡൻറ്റിഫൈ ചെയ്തത്, തിരിച്ചറിഞ്ഞത്. വാട്ട് ഈസ് ദ ഡിമാൻഡ് ഫോർ മണി? 3 കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവാണ്, വേറൊന്ന് പ്രിക്കോഷണറി മോട്ടീവാണ്, വേറൊന്ന് സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. ഓക്കെ, ഒരിക്കൽ കൂടി എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് നോക്കാം. ഗുഡ്സ്, സർവീസസ്, ഇതൊക്കെ മനുഷ്യർക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി, നിത്യോപയോഗത്തിന് വേണ്ടി വേണം. റൈസ്, വീറ്റ്, നമുക്ക് പാർലറിൽ പോകണം, ക്ലീനിങ്, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെയുള്ള ധാരാളം ദൈനംദിന ആവശ്യങ്ങളുണ്ട്. പീപ്പിൾ ഹാവ് ഡിമാൻഡ് ഫോർ മണി ഇൻ ദ മാർക്കറ്റ് ബിക്കോസ് ദേ പൊസസ് യൂട്ടിലിറ്റി. ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റാൻ പണം ആവശ്യമാണ്. ഹവർ മണി ഡസ് നോട്ട് പൊസസ് എ യൂട്ടിലിറ്റി that can measure or determine the satisfaction level of consumers. ഓരോ ഉപഭോക്താവിൻ്റെയും സംതൃപ്തി നിരക്ക് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ സംതൃപ്തി നിരക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിറ്റർമിനൻ്റ് അല്ല മണി. അതുകൊണ്ട് therefore the motive behind the demand for money in an economy is different. അതുകൊണ്ട് പണത്തിൻ്റെ ആവശ്യം ഒരു എക്കണോമിയിൽ പലർക്കും പലതാണ്. The 3 main motives for which money is needed or demanded by people are: 1 transaction motive, 2 precautionary motive, and 3 speculative motive. 3 തരം മോട്ടീവുകൾക്ക് വേണ്ടി ആളുകൾ പണം ഹോൾഡ് ചെയ്യുന്നു: ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇപ്പോൾ പണത്തിൻ്റെ ഡിമാൻഡ് ഉണ്ടാക്കുന്നത് ഈ 3 ഉദ്ദേശങ്ങളാണ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് വെച്ചാൽ പീപ്പിൾ ഹോൾഡ് ക്യാഷ് ഫോർ ഡെയിലി ട്രാൻസാക്ഷൻസ്, ഫോർ പെർഫോമിംഗ് ദർ ഡെയിലി ട്രാൻസാക്ഷൻസ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹോൾഡ് ക്യാഷ് ഫോർ എക്സ്പെക്റ്റഡ് നീഡ്സ്, അവർ പ്രതീക്ഷിക്കുന്ന ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അവർ അത്യാവശ്യം വന്നാൽ നേരിടാൻ വേണ്ടി അവർ പ്രിക്കോഷനായിട്ട് ഒരു മുൻകരുതലായിട്ട് പണം സൂക്ഷിച്ചു വയ്ക്കുന്നു. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള മോട്ടീവാണ് മൂന്നാമത്തേത്. അവർ ഊഹക്കച്ചവടം എന്നൊക്കെ പറയും. പണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ തേടി പണം സൂക്ഷിച്ചു വയ്ക്കും. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് രാജ്യത്ത് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം. രാജ്യത്തെ എക്കണോമിയിൽ നിലവിലിരിക്കുന്ന പലിശ നിരക്കുകൾ ഇങ്ങനെ പണം ഹോൾഡ് ചെയ്യുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ജെയിം കെയ്ൻസ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തിയറി പറഞ്ഞിട്ടുണ്ട്. ജോൺ മേനാർഡ് കെയ്ൻസ് 1883 അദ്ദേഹത്തിൻ്റെ ജനനം. 1946 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ജെയിം കെയ്ൻസ്. പക്ഷേ മാക്രോ ഇക്കണോമിക്സിന്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ കരുതുക. മൈക്രോ എക്കണോമിക്സ് ആണ് അതിനു മുമ്പ് വരെയും ലോകം ആകെ കണ്ടുകൊണ്ടിരുന്ന എക്കണോമിക്സ് എങ്കിൽ മാക്രോ എക്കണോമിക്സ് ജെയിം കെയ്ൻസിന്റെ സംഭാവനയാണെന്ന് പറയേണ്ടി വരും. സോ മാക്രോ എക്കണോമിക്സ് അതായത് ഒരു എക്കണോമി ഒന്നാകെ കണ്ടുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം എന്ന് സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും ലോകത്തിലുണ്ടായി. ആഗോള സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു 1929-30കളിൽ. ആ സമയത്ത് ജെയിം കെയ്ൻസിന്റെ ഉപദേശം ഗവൺമെന്റുകൾ തേടിയുണ്ടായി. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ തിയറി അനുസരിച്ച് ജനറലി ദ റീസൺ ബിഹൈൻഡ് ഹോൾഡിംഗ് ക്യാഷ് ഫോർ ദ ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ ഇൻകം ലെവൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ വരുമാന തലം അളവ് അതിനനുസരിച്ചാണ് സാധാരണഗതിയിൽ ആളുകൾ ഈ പ്രിക്കോഷണറി മോട്ടീവ് എന്ന രീതിയിൽ എടുക്കുന്നത്. മുൻകരുതലിന് വേണ്ടി ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി പണം സൂക്ഷിച്ചു വയ്ക്കും. എന്നാൽ ഭാവിയിൽ ഒരു ആവശ്യം വന്നാലോ എന്നോർത്ത് സുരക്ഷയ്ക്ക് വേണ്ടി അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് പണം കയ്യിൽ സൂക്ഷിക്കും. ഹവർ ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. എന്തായാലും പണത്തിൻ്റെ ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും രണ്ടും തമ്മിൽ അല്പമൊക്കെ വ്യത്യാസമുണ്ട്. പീപ്പിൾ ഹോൾഡ് മണി വിത്ത് എ ട്രാൻസാക്ഷൻ മോട്ടീവ് ഫോർ കണ്ടക്ടിങ് ഓർഡിനറി ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. അവരുടെ നിത്യജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനും സാധനങ്ങൾ സാമഗ്രികൾ വാങ്ങിച്ച് മുന്നേറാനുമാണ് അവർ പണം ഹോൾഡ് ചെയ്യുന്നത്. ദേ ഹോൾഡ് മണി വിത്ത് എ പ്രിക്കോഷണറി മോട്ടീവ് ഫോർ ഫുൾഫില്ലിംഗ് അൺഫോർസീൻ കണ്ടിജന്റ് ട്രാൻസാക്ഷൻ. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇനി എന്താവുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു അപകട സാധ്യത, ഒരു അസുഖം, ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു പ്രതിസന്ധി, അതിനെ നേരിടാൻ വേണ്ടി കുറച്ച് പണം സുരക്ഷിതത്തിന് വേണ്ടി പ്രിക്കോഷനായിട്ട് മുൻകരുതലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് പ്രിക്കോഷണറി മോട്ടീവ്. ഹോൾഡിംഗ് മണി അണ്ടർ ട്രാൻസാക്ഷൻ മോട്ടീവ് ഈസ് കൺവീനിയൻറ്റ്. ട്രാൻസാക്ഷൻ മോട്ടീവ് ഉദ്ദേശിച്ച് ലിക്വിഡ് ക്യാഷ് എപ്പോഴും കൈവശം വേണമല്ലോ, പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാൻ എന്ന് വിചാരിക്കുന്നത്, അത് കൺവീനിയൻസ് ആണ് അവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ ആൻഡ് മണി വാല്യൂ ഇൻ ടേംസ് ഓഫ് ഫർദർ അതർ കമ്മോഡിറ്റീസ് ഈസ് ക്വൈറ്റ് സർട്ടൻ. മണി വാല്യൂ ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മൾ എടുത്തു വയ്ക്കുന്ന സാധനം കുറച്ച് ഇന്നത്തേക്ക് അരി മേടിക്കണം, അല്ലെങ്കിൽ നാളത്തേക്ക് കറണ്ട് ബില്ല് അടക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കുന്നത് കൊണ്ട് ഇന്നും നാളെയും തമ്മിലുള്ള വ്യത്യാസമാണ് നിത്യോപയോഗം എന്ന് പറയുന്നത്. അതിലെ പണത്തിന്റെ ഇന്നത്തെ മൂല്യവും നാളത്തെ മൂല്യവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പലിശ നിരക്കൊന്നും വലിയ ബാധകമല്ലെന്നാണ് പറയുക. ഹവർ ഹോൾഡിംഗ് മണി അണ്ടർ പ്രിക്കോഷണറി മോട്ടീവ് ഡിപ്പെൻഡ്സ് ഓൺ അൺസർട്ടനിറ്റി അറൈസിങ്. എന്നാൽ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു അടിയന്തരാവശ്യം, ഒരു എമർജൻസി, നമുക്ക് ഇന്നും മുൻകൂട്ടി കാണാനാവാത്ത ഒരു അൺഫോർസീൻ ആയിട്ടുള്ള ഒരു എമർജൻസി വരുവാണെങ്കിൽ, അറൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് അത് വരിക. ഇറ്റ് മീൻസ് ദാറ്റ് പീപ്പിൾ ഹോൾഡ് മോർ മണി ഇൻ ടൈംസ് ഓഫ് വാർ. ചിലപ്പോൾ ഒരു യുദ്ധം വരുവാണെങ്കിൽ ഏത് നിമിഷവും പ്രതിസന്ധി വരാം. COVID-19 വന്നപ്പോഴും ആൾക്കാർ ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എത്രമാത്രം വേണ്ടി വരും, എത്ര നാൾ നമ്മൾ ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കേണ്ടി വരും, എത്ര നാൾ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, സാധനങ്ങളുടെയൊക്കെ ഷോർട്ടേജ് ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ കൂടുതൽ പണം അവർ പ്രിക്കോഷണറി മോട്ടീവിന് വേണ്ടി അവർ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കെയ്നീഷ്യൻ തിയറി എന്താണ് പറയുന്നത്? കെയ്നീഷ്യൻ തിയറി സജസ്റ്റ് ദാറ്റ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. പണത്തിനുള്ള ആവശ്യവും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ നേർബന്ധമല്ല, എതിർബന്ധമാണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഇൻവേഴ്സ് റിലേഷൻ? രണ്ട് വേരിയബിൾ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മുകളിലേക്ക് വരുമ്പോൾ മറ്റു വേരിയബിൾ താഴേക്ക് വരും, അതാണ് അർത്ഥം. വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ലോ, പലിശ നിരക്ക് കുറവായിരിക്കുമ്പോൾ പീപ്പിൾ എക്സ്പെക്ട് ദം ടു റൈസ്, ആൾക്കാർ പലിശ കൂടട്ടെ എന്ന് വിചാരിക്കും. സോ ദേ പ്രിഫർ ടു ഹോൾഡ് മണി. ഇപ്പൊ പലിശ കുറവല്ലേ, എന്തിനാ വെറുതെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല നിസ്സാര പലിശയ്ക്ക് വേണ്ടി, അതിന് നല്ലത് കയ്യിൽ വെക്കാം, ഹോൾഡ് ചെയ്യാം എന്ന് വിചാരിക്കും. വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹൈ, എന്നാൽ പലിശ നിരക്ക് ഉയരുമ്പോഴോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി ഇൻക്രീസസ്. കയ്യിൽ പൈസ വെറുതെ പൈസ കയ്യിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നത്.
നമുക്ക് അത്രയും പലിശയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ പൈസ ഹോൾഡ് ചെയ്യാനോ വേണ്ടയോ എന്നുള്ള ആ നഷ്ടാവസര ചെലവിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് വർദ്ധിക്കുന്നു. സോ പീപ്പിൾ ഡിമാൻഡ് ലെസ് മണി. അപ്പോൾ അവർ അധികം പൈസ കയ്യിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്നാൽ ഇൻകവുമായി ബന്ധപ്പെട്ട് ദ എമൗണ്ട് ഓഫ് മണി പീപ്പിൾ ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദർ ട്രാൻസാക്ഷൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദർ ഇൻകം. അവരുടെ വരുമാനവുമായിട്ടും ഇതിന് ബന്ധമുണ്ട് എന്ന് പറയുന്നു. വെൻ ഇൻകം ഇൻക്രീസസ്, വരുമാനം കൂടുമ്പോൾ സോ ഡസ് ദ ഡിമാൻഡ് ഫോർ മണി, പണത്തിനുള്ള ആവശ്യവും കൂടും എന്നും പറയുന്നു. സോ ഇക്കണോമിക് ആക്ടിവിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്, ഊന്നൽ കൊടുക്കുന്നത്, എംഫസൈസ് ചെയ്യുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻ ഡിറ്റർമൈനിങ് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ്. രാജ്യത്താകമാനമുള്ള മൊത്തം ഡിമാൻഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, തൊഴില്, എംപ്ലോയ്മെന്റ്, ഇതൊക്കെ എത്രമാത്രം നടക്കുന്നു എന്നുള്ളതും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദ മോട്ടീവ് ടു ഡിമാൻഡ് മണി ഈസ് ദ ഡിസയർ ഫോർ ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഹോൾഡ് ക്യാഷ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഡിഫറെന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ബോണ്ട്സ് എക്സെട്ര. ആ ഒരു അസറ്റ്, ബോണ്ട് ഒക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിന് പകരമാണ് കയ്യിൽ ഇത്ര നാളും സൂക്ഷിച്ചത്. എന്നാൽ ഇതിന് പകരം ദീർഘകാലത്തേക്ക് അവർ പണം സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന രീതികൾ ഒരു ഭാവിയിൽ ഒരു വളർച്ചയുള്ള ഏതെങ്കിലും ഒരു അസറ്റിലെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിലെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ട്രാൻസാക്ഷണറി മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും സ്പെക്കുലേറ്റീവ് ഡിമാൻഡും എല്ലാത്തിനും കൂടി വേണ്ടി ജനങ്ങൾക്ക് ആകെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന പണമാണ്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ദ ട്രാൻസാക്ഷൻസ് ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റിയൽ ഇൻകം. ആൾക്കാരുടെ യഥാർത്ഥ വരുമാനവുമായി ബന്ധപ്പെട്ടാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇരിക്കുന്നത് പണത്തിന്റെ, ആൻഡ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പലിശ നിരക്ക് അവിടെ ബാധകമല്ല എന്ന് പറയാം. എന്നാൽ അണ്ടർ പ്രിക്കോഷണറി മോട്ടീവ്, ആൾക്കാർ പ്രിക്കോഷണറി മോട്ടീവില് പീപ്പിൾ ഹോൾഡ് മണി ഇൻ ക്യാഷ് ഫോം ഓർ ലിക്വിഡ് ഫോം ഫോർ അൺഫോർസീൻ കണ്ടിൻജൻസീസ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നാളെ വന്നേക്കാവുന്ന ഒരു അടിയന്തര എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ. ഒരു അസുഖം വരാം, സിക്നസ്, ആക്സിഡന്റ് വരാം, ഡേഞ്ചർ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിൽ നഷ്ടപ്പെടാമെന്നുള്ള അപകടം, ആൻഡ് അതർ അൺസർട്ടൺ പീരീഡ്സ്, മറ്റ് അനിശ്ചിതാവസ്ഥകൾ. മോട്ടീവ്സ് ഫോർ ലിക്വിഡിറ്റി പ്രിഫറൻസസ്, ലിക്വിഡിറ്റി പ്രിഫറൻസുമായി ബന്ധപ്പെട്ട മോട്ടീവ്സ്. Keynes holds that the transaction and the precautionary motives are relatively interest elastic. അതായത് കെയ്ൻസ് പറയുന്നത്, ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും ഒക്കെ താരതമ്യേന ഇൻട്രസ്റ്റ് എലാസ്റ്റിക് ആണ്, ബട്ട് ആർ ഹൈലി ഇൻകം എലാസ്റ്റിക്. പിന്നെയോ അത് ഇൻട്രസ്റ്റ് എലാസ്റ്റിക് എന്നതിനേക്കാൾ ഉപരി അതൊക്കെ അല്പസ്വല്പമൊക്കെ പലിശയുമായി അതിന് ബന്ധമുണ്ട് എങ്കിലും ഹൈലി ഇൻകം എലാസ്റ്റിക്, ഇൻകവുമായിട്ട് അതിന് കൂടുതൽ ബന്ധമുണ്ട് എന്നാണ് കെയ്ൻസ് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് മണി held under these two motives, M1 എന്ന് പറയുന്നത് is a function of L1. M1 എന്നത് L1 എന്തോ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഫംഗ്ഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ. M1 എന്ന് പറയുന്നത് ടോട്ടൽ മണിയുടെ ഡിമാൻഡ് ആണ്, ഹോൾഡ് ചെയ്യാനുള്ള മണിയുടെ ഡിമാൻഡ് ആണ്. അത് L1 എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതായത് അതുപോലെ തന്നെ Y എന്നത് ഇൻകം ലെവലാണ്. അപ്പൊ ഇൻട്രസ്റ്റും ഇൻകം ലെവലും ഒക്കെ ആയിട്ട് ഇവയൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. സോ M1 എന്ന് പറയുന്നത്, ഹോൾഡ് ചെയ്യാനുള്ള മണി എന്ന് പറയുന്നത്, ഈസ് റിലേറ്റഡ് വിത്ത് L1 ആൻഡ് Y. L1 എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പലിശ നിരക്കും അതുപോലെ തന്നെ Y ഇൻട്രസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ളത്. സോ എന്തൊക്കെയാണ് മോട്ടീവ്സ് ലിക്വിഡിറ്റി പ്രിഫറൻസുമായി ബന്ധപ്പെട്ട്? അക്കോർഡിംഗ് ടു കെയ്ൻസ്, ദ ഹയർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ ലോവർ ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കുറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദ ലോവർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആൾക്കാർ അധികം സ്പെക്കുലേഷന് വേണ്ടി ചെലവാക്കുന്നില്ല എന്നർത്ഥം. പലിശ കൂടുതലുള്ള കാലഘട്ടങ്ങളിൽ ബാങ്കിന് ഒക്കെ പലിശ കൂടുതൽ കിട്ടുമെന്നുള്ള ഉറപ്പുള്ളപ്പോൾ അവർ അതാണ് നോക്കുക. ഊഹക്കച്ചവടത്തിന് വേണ്ടി പണം മുടക്കാൻ തയ്യാറാകുന്നില്ല. ദ ഹയർ ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. എന്നാൽ ബാങ്കിൽ പലിശ കുറയുമ്പോഴോ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കൂടുന്നു. അതിന് നല്ലത് ഒന്ന് പരീക്ഷിച്ച് കളയാൻ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അൾജിബ്രിക്കലി ഇത് കണക്കിൽ ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക: M2 = L2 × R എന്നത്. വേർ L2 ഈസ് ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. L2 എന്നത് പൈസയുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ആണ്. ആൻഡ് R ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R എന്നത് പലിശ നിരക്കാണ്. മണി സപ്ലൈയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ M1, M2, M3, M4 എന്നുള്ളതിനൊക്കെ ഒരു വിപുലമായ അർത്ഥങ്ങളുണ്ട്. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ പ്രചാരത്തിലിരിക്കുന്ന പണം എന്നൊക്കെയുണ്ട്. M2 അപ്പോൾ മണി സപ്ലൈ എന്ന് പറയുന്നത് ഓൾ ദ കറൻസി ആൻഡ് അതർ ലിക്വിഡ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ എ കൺട്രീസ് എക്കണോമി ഓൺ ദ ഡേറ്റ് മെഷേർഡ്. ഒരു രാജ്യത്ത് ആകമാനമുള്ള നിലവിലിരിക്കുന്ന പണത്തിന്റെ പ്രചാരമാണ്. കെയ്നീഷ്യൻ തിയറിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്.